നിങ്ങൾ ഒരു ടോക്സിക് പേഴ്സൺ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും? ടോക്സിക് പേഴ്സൺ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് എന്നുള്ള വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളൊരു ടോക്സിക് പേഴ്സൺ ആണോ എന്നെങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും? ഒരു ടോക്സിക് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സ്വയം അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് നിങ്ങൾ ആരെയെങ്കിലും കൺട്രോൾ ചെയ്യുന്ന ഒരു ഹാബിറ്റാണോ നിങ്ങൾക്ക്? നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ക്യാരക്ടർ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനായിട്ടാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ കൺട്രോളിംഗ് പവർ, അതായത് നിങ്ങളുടെ കീഴിൽ മറ്റുള്ളവരെ നിർത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലിയിലായാലും ഫ്രണ്ട്ഷിപ്പ് വലയത്തിൻ്റെ ഉള്ളിലായാലും നിങ്ങളെ അനുസരിക്കുന്ന ആളുകൾ വേണം, അല്ലെങ്കിൽ നിങ്ങളെ ഒബേ ചെയ്യുന്ന ആളുകൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളുടെ കൺട്രോളിംഗ് പവറിൽ മാത്രം, ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി തന്നെയായാലും, നിങ്ങൾക്ക് വൈഫ് ഉണ്ടാവാം, അതോടൊപ്പം തന്നെ ഫാമിലി മറ്റു മെമ്പേഴ്സ് ഉണ്ടാവും, പാരൻസ് ആവാം, എല്ലാവരും നിങ്ങളുടെ കൺട്രോളിന് കീഴിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓഫീസിൽ തന്നെയായാലും നിങ്ങളുടെ കരിയറിൽ തന്നെയായാലും നിങ്ങളായിരിക്കണം ഏറ്റവും വലിയ ബോസ്. അതായത് നിങ്ങളാണ് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയാണ്, എല്ലാം നിങ്ങളുടെ കീഴിൽ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ടോക്സിക് പേഴ്സൺ ആയിരിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്, നിങ്ങളൊരു ടോക്സിക് പേഴ്സൺ ആയാൽ നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കൽ പോലും നിങ്ങളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടില്ല, നിങ്ങളുടെ പ്രസൻസ് പോലും അവർ ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അതായത് പുറമേ നിങ്ങളോട് നിങ്ങൾ അനുസരിക്കുന്ന രീതിയിൽ നടിച്ചുകൊണ്ടും ഉള്ളിൽ അവർ നിങ്ങളോടുള്ള വെറുപ്പ് സൂക്ഷിക്കുന്നതുമായിരിക്കും. അതിപ്പോൾ ഫാമിലിയിലായാലും ഫ്രണ്ട്സിൻ്റെ ഉള്ളിലായാലും നിങ്ങളുടെ വർക്ക് പ്ലേസിലായാലും നിങ്ങൾ വരുന്ന ആ സമയം, അതായത് നിങ്ങൾ അടുത്തെത്തുന്ന ആ സമയം തീർച്ചയായിട്ടും അവരിൽ ഒരു വെറുപ്പ് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ഇരുന്നെങ്കിൽ എന്ന് പോലും അവർ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളുണ്ടാവും. ഒറ്റയ്ക്കായ ഒരു പേഴ്സൺ അയാളുടെ ക്യാരക്ടർ മാറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അയാൾ സൊസൈറ്റിയിൽ ഒറ്റപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ അയാളുടെ ഫാമിലിയിലും ഒറ്റപ്പെടുന്നതാണ്. ഒറ്റപ്പെടൽ നീണ്ടു പോകുകയും അയാളുടെ സാന്നിധ്യം ആരും ഇഷ്ടപ്പെടാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും വല്ലാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് അയാൾ നീങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങളായാലും സ്വയം ചിന്തിക്കുക, നിങ്ങൾ ഒരു ടോക്സിക് പേഴ്സൺ ആണോ എന്ന് സ്വയം ചിന്തിക്കുക. അതായത് നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നില്ലേ എന്നും കൂടി നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സഭയിലേക്കോ അല്ലെങ്കിൽ ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്കോ എൻ്റർ ചെയ്യുന്ന സമയത്ത്, പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങളെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആളുകൾ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ടോക്സിക് പേഴ്സൺ തന്നെയാണ്. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെയെങ്കിൽ, അതായത് മറ്റുള്ളവരെ നമ്മുടെ കീഴിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം നമ്മളൊരു ടോക്സിക് പേഴ്സൺ ആണെന്ന്. അതായത് നമ്മൾ കുറച്ച് ആളുകൾ നിൽക്കുന്ന ഒരു വേദിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ടോക്സിക് പേഴ്സൺ തന്നെയാണ്. അതായത് നമ്മുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ക്യാരക്ടർ ടോക്സിക് ആണ്, അപ്പോൾ അവർക്ക് നമ്മളെ സഹിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ടോക്സിക്കായ ആളുകളെ പൊതുവെ മറ്റുള്ളവര് ഇഷ്ടപ്പെടുകയും ചെയ്യില്ല.